എഴുതി സമം ഓടുക എന്ന് എഴുതിയിട്ട് കുട്ടികളെല്ലാം കൂടെ ചിരിക്കാൻ. എൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. ഒരു അധ്യാപകൻ അതോടുകൂടി ഐസ് അലിയുന്നത് പോലെ ഇല്ലാതാവേണ്ടതായിരുന്നു. അപ്പൊ ഒരു കുട്ടി ധൈര്യസമയത്ത് എഴുന്നേറ്റ് മാഷേ, മണ്ടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓടുക എന്നുള്ളത്, ഞങ്ങൾക്ക് മണ്ടുക എന്ന് വെച്ചാൽ മണ്ടുക എന്ന് തന്നെ. മലപ്പുറംകാരുടെ കളി. മലപ്പുറത്ത് മണ്ടുക എന്ന് വെച്ചാൽ മണ്ടുക എന്ന് തന്നെ, നിങ്ങൾക്ക് ഓടുക. അത് മായച്ചു കളഞ്ഞേക്ക്. ദൈവമേ, ഞാൻ അലിഞ്ഞില്ലാതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെന്റെ നൂതനമതമാണ്, ആ കുട്ടിയുടെ നൂതനമതമല്ല. ആ കുട്ടികളാണ് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ വൈബ്രേഷൻ മോഡിൽ ഇടുന്നതിന്റെ മലയാളം പറഞ്ഞു തന്നത്. തരിപ്പിലിടുക. മൊബൈൽ ഫോൺ വൈബ്രേഷൻ മോഡിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന തരിപ്പുണ്ടല്ലോ, ശരിക്കും തരിപ്പിലിടുക. ഈ വാക്ക് അൽഷൈമേഴ്സ് വന്നല്ലാന്ന് ഞാൻ പറഞ്ഞതില്ല. കാരണം അത്രയ്ക്ക് തരിപ്പുണ്ട് ആ വാക്കിന്. അന്ന് തൊട്ട് ഞാൻ തരിപ്പിലിടുകയാണ്. എനിക്ക് വൈബ്രേഷൻ ഒന്നുമില്ല, തരിപ്പിലിടുക. അത് ഈ പാനിന്റെ പോക്കറ്റിൽ കിടന്ന് തരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആഹ്ലാദം കൂടുതൽ കിട്ടും. അതുപോലെ വേറൊരു പദം കൽക്കുഞ്ഞൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴുതാരയ്ക്ക് പഴുതാര എന്നാണ് പറയാറ്. മലപ്പുറത്ത് വന്നപ്പോഴാണ് അത് കൽക്കുഞ്ഞനാണ് എന്ന് പറഞ്ഞ് ക്യൂട്ട് പേര് കിട്ടിയത്. പഴുതാര. കുടൈസ്. ഒരു സ്ഥലത്ത് എവിടെ പോയെന്ന് വെച്ചപ്പോൾ കുടൈസ് വാങ്ങാൻ പോയെന്ന് പറയും. കുടൈസ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് സിപ്പപ്പ് എന്നാ പറയുക. മറ്റേ ഒരു കവറിൽ ഐസ് കിട്ടത്തില്ലേ, സിപ്പപ്പ് കടിച്ചിട്ട് ആ സാധനം കുടൈസ്. കൂട്ടിൽ വരുന്ന ഐസ്. ഇങ്ങനെ എത്രയോ വാക്കുകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മേഘക്കപ്പൽ എന്നൊക്കെ പറയുന്ന വാക്കുകൾ വളരെ റെല്ലിക്കായിട്ടുള്ള സാധനമാണ്. അതിനെ നമ്മൾ പ്രദർശിപ്പിക്കണം, അതിനെ നമ്മൾ ആഘോഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ബോധപൂർവ്വം എൻ്റെ ഒരു പുസ്തകത്തിന് മേഘക്കപ്പൽ എന്ന് പേരിട്ടത്. മനസ്സിലായോ? ആ വാക്കിനെ ആഘോഷിക്കാൻ വേണ്ടിയാണ് അവരൊരു പേര് കൊടുത്തത്. ആ വാക്ക് എത്ര പേർക്കറിയാം? പക്ഷെ മേഘക്കപ്പൽ എന്ന് പറയുന്ന ആ ഒരു മേഘക്കപ്പൽ എന്ന് പറയുമ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ. വിമാനം എന്നൊക്കെ പറയും. എന്ത് വിമാനം? മലയാളത്തിലെ പല വാക്കുകൾക്കും വ്യത്യസ്തങ്ങളായ പല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ എണ്ണ എന്ന് പറയുമല്ലോ. ശരിക്കും എണ്ണയുടെ അർത്ഥം എന്താണെന്നറിയാമോ? എള്ളിൽ നിന്ന് ഉൽപ്പാദിതമാകുന്ന ആ നീരിനാണ് എണ്ണ എന്ന് പറയുന്നത്. എള്ളിനകത്ത് നിന്ന് വരുന്ന ഓയിൽ, അതാണ് എണ്ണ. നമ്മളിപ്പോ എവിടെ പോകുന്ന ചോദിച്ചാൽ എണ്ണ അടിക്കാൻ പോകുന്നൊക്കെ പറയും. എണ്ണ വില ക്രമാതീതമായി ഉയർന്നു എന്ന് പറയും. ക്രൂഡ് ഓയിലിന് എണ്ണ എന്ന് പറയും. മണ്ണെണ്ണ വാങ്ങാൻ പോകുന്നതിനും എണ്ണ എന്ന് പറയും. പാം ഓയിലിനും എണ്ണ എന്ന് പറയും. എല്ലാത്തിനും എണ്ണ എന്ന് തന്നെ പറയും. പക്ഷമുള്ളത്, ചിറകുള്ളത് പക്ഷി. വിമാനത്തിനെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന യന്ത്രപക്ഷി എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വാക്കുകൾ ഇത്തരത്തിൽ അപാരമായ ശക്തിയുണ്ട്. ആ വാക്കുകൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളാണെങ്കിൽ ഈ കരുത്ത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മാവിന് ഒരു രൂപം കൊടുക്കുമ്പോൾ, ഒരു ഉരുവം കൊടുക്കുമ്പോൾ, അതിനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ, അതിന്റെ ആഖ്യാനത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ, ആ പ്രമേയത്തെ ജീവസുറ്റതാക്കാൻ വേണ്ടി, അതിന്റെ ആഖ്യാനത്തെ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഭാഷയിലെ നിങ്ങളുടെ ദൗർബല്യം പരിഹരിക്കുക എന്നുള്ളതാണ്. ഭാഷയിലെ ദൗർബല്യം പരിഹരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതുക. നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ, നിങ്ങളുടെ ക്ലോസ് സർക്കിളിൽ സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ, അതാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ സ്വകാര്യ ഭാഷ. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് പൊതുഭാഷയിലാണ്. പബ്ലിക് ലാംഗ്വേജ്, പൊതുഭാഷ, പൊതു ഇടങ്ങളിൽ നമ്മൾ വിനിമയം ചെയ്യുന്നത്. ഈ പൊതുഭാഷയിലായിരിക്കും നമ്മുടെ പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വരുന്നത് ഈ പൊതുഭാഷയിലാണ്. പക്ഷേ സാഹിത്യരചനകൾ ഏറിയോ കുറഞ്ഞോ രചിക്കപ്പെടുന്നതെല്ലാം സ്വകാര്യ ഭാഷയിലാണ്. സാഹിത്യരചനകൾക്ക് സ്വകാര്യ ഭാഷയാണ് ഏറ്റവും ഉചിതമായത്. ആ സ്വകാര്യ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയാണ്. ആ ഭാഷയിൽ എഴുതിയാൽ ആരെങ്കിലും അറിയും, ആരെങ്കിലും വായിക്കുമോ? നക്ഷത്ര ചിഹ്നം ഇട്ട് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ഒരു നക്ഷത്ര ചിഹ്നത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറയട്ടെ, തിരുവനന്തപുരംകാരൻ ശരിക്കും തിരുവനന്തപുരം ഭാഷയിൽ സംസാരിക്കുന്നത് മലയാളമാണെന്ന് അയാൾ പറയുന്നു. പക്ഷെ തൃശ്ശൂർക്കാരന് മനസ്സിലാവില്ല.
തൃശ്ശൂർക്കാരൻ സംസാരിക്കുന്നത് മലയാളമാണെന്ന് അയാൾ പറയുന്നു, പക്ഷെ മലപ്പുറംകാരന് മനസ്സിലാവില്ല. മലപ്പുറംകാരൻ സംസാരിക്കുന്നത് കാസർഗോഡുകാരന് മനസ്സിലാവില്ല. മലപ്പുറത്ത് സംസാരിക്കുന്ന ചില വാക്കുകൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് തെറിപ്പദമാകുന്നു. തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന ചില വാക്കുകൾ മലപ്പുറത്ത് എത്തുമ്പോൾ അത് തെറിപ്പദമാകുന്നു. അത് ഏതാണെന്ന് ചോദിക്കണ്ട, മൈക്കിന്റെ മുമ്പിലായിട്ട് പറയില്ല, സ്വകാര്യമായിട്ട് വേണം പറഞ്ഞു തരാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ വാക്കുകളുടെ അനിതര സാധാരണമായ സൗന്ദര്യവും ജൈവികതയും സ്വകാര്യമായി നിങ്ങൾ അനുഭവിക്കുന്ന ആ അനുഭവം ഉണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ ആ രചനയ്ക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ഭാഷയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ഇത്തരം ഒരു സൂക്ഷ്മതയാണ്, ജാഗ്രതയാണ് ഈ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടി. പ്രമേയം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രമേയത്തിന് ആഖ്യാനപരമായ ഒരു സവിശേഷത കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവനവന്റെ ഭാഷയിൽ എഴുതുക എന്ന് പറയുന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടി. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ എഴുത്ത് ഇന്നു മുതൽ മെച്ചപ്പെടും. കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കോലാണ്.